ഗൈസ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നല്ല പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. അതായത് ഞാൻ പറയുന്നത് MBBS, BDS, യുനാനി, ആയുർവേദ, ഹോമിയോ പോലുള്ള സിദ്ധ പോലുള്ള മെഡിക്കൽ കോഴ്സസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അതായത് BSc നഴ്സിംഗ്, മെഡിക്കൽ ലാബ് ടെക്നോളജി, റേഡിയോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ്, എമർജൻസി മെഡിസിൻ ടെക്നോളജി, ഇതുപോലെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് നല്ലത് എന്ന് ചിലപ്പോൾ അറിയത്തില്ല. അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഞങ്ങളുടെ അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള നമ്പർ വഴി കോണ്ടാക്ട് ചെയ്തിട്ട് ഡൗട്ടുകൾ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എൻക്വയറി ഫോം ഫില്ല് ചെയ്തിട്ട് ഡൗട്ടുകൾ ചോദിക്കുന്ന കുട്ടികളുണ്ട്. സാർ, വിച്ച് പാരാമെഡിക്കൽ കോഴ്സ് ഈസ് ബെസ്റ്റ്, ഒപ്റ്റോമെട്രി ഓർ റേഡിയോളജി, അല്ലെങ്കിൽ BASLP ഓർ ഒക്യുപേഷണൽ തെറാപ്പി, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഓർ BSc നഴ്സിംഗ്, ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികൾക്കുള്ള സ്പെസിഫിക് ആയിട്ട് ഓരോ പാരാമെഡിക്കൽ കോഴ്സുകളും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസും, അതുപോലെ തന്നെ ഇതുപോലത്തെ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഒരു അറ്റ് ദ എൻഡിലോട്ട് എത്തുന്ന സമയത്ത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, വേൾഡ് വൈഡ് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നിങ്ങനെ ഒരു പ്ലസ് ടു കഴിയുന്ന ഒരു കുട്ടി അറിയേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് എലാബറേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ എല്ലാവർക്കും ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന വിവിധ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ്, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ്, എഞ്ചിനീയറിംഗ് കോഴ്സസ്, ഡിഗ്രി കോഴ്സസ്, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി കോണ്ടന്റുകൾ നിങ്ങളുടെ അടുത്തോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സ് എന്നിങ്ങനെ ചോദിക്കുന്ന കുട്ടികൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒബ്വിയസ്ലി പാരാമെഡിക്കൽ കോഴ്സുകൾ രണ്ട് രീതിയിലുള്ള കുട്ടികളാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നീറ്റ് എഴുതിയിട്ട് MBBS, BDS, യുനാനി, ആയുർവേദ അല്ലെങ്കിൽ MBBS ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികളാണ് മലയാളികൾ കൂടുതലും നീറ്റ് എഴുതുന്നത്. നീറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നീറ്റ് കിട്ടാത്ത കുട്ടികളോ, അല്ലെങ്കിൽ നീറ്റ് കിട്ടാൻ സാധ്യത ഇല്ലാത്ത കുട്ടികളോ, അല്ലെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് കിട്ടാൻ പ്രോബബിലിറ്റി ഇല്ലാത്ത കുട്ടികൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഏതാണ് ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് ചോദിച്ചിട്ട്. ഇങ്ങനത്തെ കുട്ടികൾ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ BASLP, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകളിലോട്ടാണ് കൂടുതൽ കുട്ടികളും വരാറുള്ളത്. അതിനുള്ളൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇനി രണ്ടാമത്തെ രീതിയിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അധിക വർഷം, അതായത് MBBS ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ 6 വർഷം പഠിക്കണം, 1-2 വർഷം റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം MBBS കഴിഞ്ഞാലും നമ്മൾ PGയിൽ ജനറൽ മെഡിസിൻ, റേഡിയോളജി, അല്ലെന്നുണ്ടെങ്കിൽ സർജറി, ഗൈനക്ക്, ഓർത്തോ പോലുള്ള സ്പെഷ്യാലിറ്റി എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കാം. അങ്ങനെ ഒരുപാട് വർഷം, അതല്ലെങ്കിൽ ഒരു 8 to 12-15 വർഷത്തോളം പഠിക്കാനുണ്ട് എന്നുള്ള കാരണം കൊണ്ട് പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3 അല്ലെങ്കിൽ ഒരു 4, മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് ഒരു ബെറ്റർ ജോബിലോട്ട് എൻ്റർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്. അതായത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നീറ്റ് ഫോക്കസ് ചെയ്ത് പോയിട്ട് നീറ്റിൽ കോൺഫിഡന്റ് ഇല്ലാതെ പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ട് വരുന്ന കുട്ടികൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷം പഠിക്കാൻ താല്പര്യമില്ലാതെ പെട്ടെന്നൊരു മെഡിക്കൽ ജോബിലോട്ട് എത്താൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ എടുക്കാറുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾ ഇവർ ചെറുപ്പം മുതലേ, അതായത് എനിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അംബീഷനിലൂടെ എനിക്ക് ഇന്ന പ്രൊഫഷനിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. നഴ്സിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപേഷണൽ തെറാപ്പി പോലെ വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകൾ ചെറുപ്പം മുതലേ ആ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി
മനസ്സിലാക്കി ഇത് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷനോട് കൂടി വരുന്ന കുട്ടികളാണ് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾ. അപ്പൊ ആദ്യം തന്നെ നമ്മളെ വീഡിയോയിലെ ടോപ്പിക് എന്താണ്? പാരാമെഡിക്കൽ കോഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പാരാമെഡിക്കൽ കോഴ്സുകൾ ഞാൻ 3 രീതിയിൽ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സസ്. പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യൂനാനി, വെറ്റിനറി ഇതുപോലത്തെ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ടല്ലോ. അതായത് നീറ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 5 വർഷത്തെ MBBS പഠിച്ചിറങ്ങുന്ന എല്ലാ ഡോക്ടർമാരും നല്ല ഡോക്ടർമാരാണോ? ഇപ്പൊ ഞാൻ പറയട്ടെ, കാലിക്കറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങുന്ന 200 അല്ലെങ്കിൽ 300 കുട്ടികൾ MBBS ഓരോ വർഷം പഠിച്ചിറങ്ങുന്നുണ്ട്. ഇത്രയും കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നല്ല പേര് കേട്ട ഡോക്ടർമാരാവുന്നുണ്ടോ? ഇവര് പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യും. അതായത് ഇവർ വർക്ക് ചെയ്യും. 1 വർഷത്തെ ഹൗസ് സർജൻസി കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകും. നീറ്റ് PG എഴുതി ഗൈനക്കോളജി, പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ, റേഡിയോളജി പോലെ പോയി PGയിൽ പഠിച്ച് പിന്നെ അതിലൊരു സ്പെഷ്യാലിറ്റി ഡോക്ടറായി പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഇവർ നല്ല ഡോക്ടേഴ്സ് ആവുന്നു. ഇതേപോലെ വരുന്ന പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് പാരാമെഡിക്കലിലും വരുന്നുണ്ട്. അതാണ് ഒന്ന് ഫിസിയോതെറാപ്പി, BPT എന്ന് പറയും. 2 BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും. 3 ഒക്യുപേഷണൽ തെറാപ്പി, BOT എന്ന് പറയും. ഇനിയിപ്പോ ഇതല്ലാതെ സൈക്കോളജി നമുക്ക് പറയാം, സൈക്കോ തെറാപ്പി കൊടുക്കുന്ന വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹോസ്പിറ്റൽസിൽ ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ്. അതായത് പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല, പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം പഠിച്ച വ്യക്തിയുടെ സ്കില്ലും പൊട്ടൻഷ്യലും ഇവർക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്ന് അത് അവരുടെ പൊട്ടൻഷ്യലാ. പഠിച്ച തിയറി മാത്രമല്ലാതെ ഇവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ്. ഇതും നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും കേട്ടോ. അപ്പൊ BDS എന്ന് പറയുന്ന കോഴ്സ്, ബാച്ചുലർ ഓഫ് ഡെന്റൽ സർജറി അല്ലെങ്കിൽ ഡെന്റൽ സയൻസ് എന്ന് പറയും. ബാച്ചുലർ BDS എന്ന് പറയും. പല ഡോക്ടർമാരാവുന്നുണ്ടല്ലോ നീറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന എല്ലാ ഡെന്റിസ്റ്റുകൾക്കും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ PG എടുത്ത് സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യണം. ഡെന്റിസ്റ്റിന്റെ ഡിമാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രാക്ടീസിങ് കരിയർ ആണെന്ന് കരുതിയിട്ട് കാര്യമില്ല. അതിൽ ഏറ്റവും ബെസ്റ്റ് പേരെടുക്കാൻ പറ്റും. MBBSന്റെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പൊ പുറത്തുനിന്നൊക്കെ ഒരുപാട് MBBS ഡോക്ടർമാർ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി ഓഫ് പാരാമെഡിക്കൽ കോഴ്സ്, അതായത് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സ്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് പാരാമെഡിക്കൽ കോഴ്സസ് ആണ്. ഡെവലപ്പിംഗ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം BSc നഴ്സിംഗ് എന്ന് പറയും. അതായത് നഴ്സിംഗ് ഒരു 10,000 കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിലും ലോകത്തെമ്പാടും അതിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു ഹോസ്പിറ്റൽ എടുത്തു നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, കാഷ്വാലിറ്റി, അതായത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, വാർഡുകൾ, ഇതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും ഒരേപോലെ ജോബ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേപോലെ ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ്. അതായത് ഇപ്പോൾ 10 കുട്ടികൾ BSc നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ 20 കുട്ടികൾക്കുള്ള വാക്കൻസി ഉണ്ടെങ്കിൽ ഈ പഠിച്ചിറങ്ങിയ 10 കുട്ടികൾക്കും ജോബ് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും 10 കുട്ടികൾക്ക് ജോലി, അതായത് ജോബ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് 10 കുട്ടികളെ എടുക്കാൻ കിട്ടുന്നില്ല. അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കുറവും അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവുന്നു. അപ്പൊ ഇതുപോലത്തെ കരിയറിന്റെ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ ഇങ്ങനത്തെ കോഴ്സാണ് ഡെവലപ്പിംഗ് കോഴ്സസ് എന്ന് പറയുന്നത്. BSc നഴ്സിംഗ് ആയിക്കോട്ടെ, MLT ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, ഇതൊക്കെ ഡെവലപ്പിംഗ് കോഴ്സുകളാണ്. ഇനി മറ്റൊരു കോഴ്സിലോട്ട്, അതായത് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ലെവൽ ഓഫ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സാച്ചുറേറ്റിംഗ്, അത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ 10 കുട്ടികൾ ഒരു കോഴ്സ് പഠിച്ചു, 10 വാക്കൻസി വന്നു. പഠിച്ച കുട്ടികളുടെ നമ്പർ എത്രയാണോ ആ നമ്പർ ഓഫ് കുട്ടികൾ ജോലിക്ക് കയറി, കോമൺ ലെവലിലോട്ട് എത്തി. അതേപോലെ തന്നെ ഇപ്പൊ 10 കുട്ടികൾ പഠിച്ചിറങ്ങി, 8 വാക്കൻസി ഉള്ളൂ. അപ്പോൾ 10 കുട്ടികളിൽ നിന്നും 8 കുട്ടികൾക്ക് ജോലി കിട്ടി, 2 കുട്ടികൾ പെൻഡിങ് ആയി, ടെർമിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കോഴ്സ് ഭാവിയിൽ എടുക്കുമ്പോൾ നമ്പർ ഓഫ് കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് കൂടുതൽ ഓൾറെഡി ഉണ്ടാവും. ജോബ് മാർക്കറ്റിലുള്ള വാക്കൻസിന്റെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റോമെട്രി ഓൾറെഡി സാച്ചുറേറ്റ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ പെർഫ്യൂഷൻ ടെക്നോളജി
ടെക്നോളജി വാക്കൻസീസിന്റെ എണ്ണം വളരെ കുറവാണ്, പഠിച്ചിറങ്ങുന്ന കുട്ടികൾ കമ്പാരേറ്റീവ്ലി കൂടുതലാണ്. അപ്പൊ ഇതേപോലത്തെ കോഴ്സുകളാണ് ഞാൻ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് താല്പര്യം വേണം, ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു താല്പര്യവും അല്ലെങ്കിൽ നമ്മുടെ ഒരു കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ കോഴ്സുകളിലോട്ട് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കോഴ്സുകൾ, അല്ലെന്നുണ്ടെങ്കിൽ പ്രാക്ടീസിങ് കരിയർ കോഴ്സുകൾ. ഇനി നമ്മുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലെവൽ കോഴ്സസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകളെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടും ആ താല്പര്യത്തിന് എത്രത്തോളം സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതും അനലൈസ് ചെയ്തിട്ട്, വേൾഡ് വൈഡ് അനലൈസ് ചെയ്തിട്ട് അതിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തോട്ടേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി എപ്പോഴും സ്കോപ്പ് ഉണ്ടാവുന്ന കുറച്ച് പാരാമെഡിക്കൽ കോഴ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു എ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ വന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ എ എന്ന് പറയുന്ന ഒരു പുതിയ ഹോസ്പിറ്റൽ വരുമ്പോൾ അവിടെ വരുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊരു പുതിയ ഹോസ്പിറ്റൽ വരുന്ന സമയത്ത് അവിടെ നിർബന്ധമായിട്ട് പേഷ്യൻസ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് വേണം, മിനിമം MBBS ഉള്ള ഡോക്ടേഴ്സ് എങ്കിലും വേണം. ഇതുണ്ടെങ്കിലേ പേഷ്യൻസ് വരത്തുള്ളൂ. പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ചികിത്സ നടത്തണം. ചികിത്സ നടത്തി കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഫാർമസിസ്റ്റ് വേണം, അതായത് ബി-ഫാമുകാരൻ വേണം മരുന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ. ഇനി മരുന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇവരുടെ അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഡെങ്കി ആണോ, മലേറിയ ആണോ, അല്ലെങ്കിൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലത്തെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ, ഇതുപോലത്തെ പല അസുഖങ്ങളും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡുകൾ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. ഇതിന് ലാബിൽ പോകണം. ലാബ് മാൻഡേറ്ററി ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് ഒടിഞ്ഞു പോയി, അല്ലെങ്കിൽ മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു ക്രാക്ക് സംഭവിച്ചു, ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഹോസ്പിറ്റലിൽ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് പ്രോഗ്രാമുകൾ ഇതാണ്. ഇവരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നഴ്സുമാരും മാൻഡേറ്ററി ആണ്. അപ്പൊ ഇതുപോലത്തെ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക മാക്സിമം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ടും അതിൽ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്, എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിൽ ജോബ് കിട്ടാതെ നിൽക്കുന്നുണ്ട്, ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് വേണം ഒരു പാരാമെഡിക്കൽ കോഴ്സ് ആക്ച്വലി സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വെറൈറ്റി ടോപ്പിക്കുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി കോണ്ടന്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എൻക്വയറീസ് ഞങ്ങളായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ആ വീഡിയോനെ കുറിച്ച്, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള കോണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കരിയർ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും നെഗറ്റീവ് പറയാണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.